ഒന്ന് സമാധാനിക്കും. അസ്വബറുൻ ഇസ്മുൽ ഈമാൻ, ഒരു 10 തവണ ദിക്റ് ചൊല്ലി അവിടെ ഇരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഇനി പറയാനുള്ളത് ഇവിടുത്തെ ഈ ഒരു വിഷയത്തില്, അവിടെ നമ്മൾ പറയുന്ന ഈ മൗദൂദിയുടെ കാര്യം പറയുമ്പോൾ ശരിയാണ്. ഹലോ, വേദം ഓതാൻ ഞാൻ അനുവദിക്കൂല. വേദം ഓതുകയാണെങ്കിൽ ഞാൻ എണീറ്റ് പോകും. ആയിക്കോട്ടെ, നിങ്ങൾ ചില സമയങ്ങൾ അങ്ങനെയാണ്. നിങ്ങൾ വണ്ടി പ്ലെയിൻ പിടിച്ചു പോയിട്ട് കല്ലെറിയുന്ന ആൾക്കാരല്ലേ, ഇത്ര ചെലവല്ലേ, അപ്പൊ കുറച്ച് ചെലവുണ്ടാവും. അപ്പൊ സമാധാനമായിട്ടിരി പറയുന്നത് കേൾക്കും. അപ്പൊ ഇവിടെ പറയാനുള്ളത് ഇനി ഈ മൗദൂദി പറഞ്ഞത് ശരിയാണോ? ശരിയാണ്. പക്ഷെ എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗദൂദി എന്താ പറഞ്ഞത് നിങ്ങൾ വരികളിലൂടെ ഒന്നുകൂടി നോക്കൂ. ഇപ്പോ നിങ്ങൾ ഈ പാകിസ്ഥാനുമായിട്ട് പോകുമ്പോൾ അതൊരു ലെസർ ഗോളാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. നമുക്ക് പാകിസ്ഥാൻ മാത്രം പോരാ, ഇന്ത്യ മൊത്തം നമുക്ക് ഇസ്ലാമിക രാജ്യമാക്കണം എന്ന് പറഞ്ഞ സാധനത്തെയാണ് ഇവിടെ എടുത്തു പറഞ്ഞിട്ട് മൗദൂദി പാകിസ്ഥാൻ ഉണ്ടാകുന്നതിന് എതിരാണെന്ന് പറയുന്നത്. മൗദൂദി പാകിസ്ഥാൻ ഉണ്ടാകുന്നതിന് എതിരായിരുന്നു, ശരിയാണ്. പക്ഷെ മൗദൂദി എന്താ ബാക്കി പറഞ്ഞത്? നമുക്ക് പാകിസ്ഥാൻ മാത്രം പോരാ, ഇന്ത്യ മൊത്തം നമുക്ക് ഇസ്ലാമിക രാജ്യമാക്കണം എന്ന് പറഞ്ഞതിനെയാണ് ഇദ്ദേഹം ഇവിടെ എന്താണ് നമ്മളിപ്പോ ഗ്ലാസ് ഇസ് ഹാഫ് എംപ്റ്റി ഹാഫ് ഫുൾ എന്ന് പറയുന്ന പോലെ പുള്ളി അതിനെ ഉൾട്ട ആക്കിയിട്ട് പറയാണ്. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇന്ത്യ മൊത്തം ഇസ്ലാമിക രാജ്യമാക്കണം എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളെയാണ് ഇവിടെ വെള്ളപൂശിയത്. ഇതാണ് ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ തനി കോണം എന്ന് പറയുന്നത്. ഇത് നമ്മൾ അനുവദിക്കാൻ പാടില്ല. ഓക്കെ, ഇനി അടുത്ത കാര്യം ഇവിടെ പറയുന്നു. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ അതിന്റെ വക്താക്കളായിട്ടുള്ള ആളുകളുടെ എന്താണ് മുജീബ് റഹ്മാന്റെ പ്രതിമ അടക്കം അവരുടെ ഫാദർ ഓഫ് നേഷൻ ആയിട്ടുള്ള മുജീബ് റഹ്മാനെ വരെ അവമതിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇന്നിപ്പോൾ എത്തുന്നത് നമ്മൾ കാണുമ്പോൾ ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? ഇവിടെ ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്? നമ്മളുടെ അബ്ദുള്ള, അതായത് ഇത് അവർക്കെതിരായിരുന്നു, അവരുടെ ഇച്ഛയ്ക്കെതിരായിരുന്നു എന്നാ പറയുന്നത്. ശരിയാണ്, അവരുടെ ഇച്ഛയ്ക്കെതിരെ തന്നെയായിരുന്നു. അത് ആ ഇച്ഛയോടൊപ്പം നിന്ന ആളുകൾ ആരാണ്? അതായത് ഹിന്ദു കൂട്ടക്കൊല നടത്തുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമിക്കാരായിട്ടുള്ള ആളുകൾ 1971 ആ കാലഘട്ടത്തിൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൊന്നു തള്ളുന്ന സമയത്ത്, ഹിന്ദുക്കളായിട്ടുള്ള സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന സമയത്ത് അത് ചെയ്യുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാർ ആയിട്ടുള്ള ആളുകൾക്ക് അനുകൂലമായിട്ട് നിന്നിട്ടുള്ള ആളുകളാണ് ഈ ഇന്ത്യയിൽ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഈ സീറോ അബ്ദുള്ള അടക്കമുള്ള ഈ ജമാഅത്ത് ഇസ്ലാമി, ഇന്ത്യയിലെ ജമാഅത്ത് ഇസ്ലാമി. അതിന്റെ വക്താക്കൾ ഇവിടെ ഇവിടെ തന്നെയല്ലേ പറഞ്ഞത്? ഇസ്ലാമിയോടൊപ്പം ഇവിടെ നിങ്ങൾ പറഞ്ഞത് അതിന്റെ ഭാഗമായിട്ടുള്ള മീഡിയ വൺ അടക്കം മാധ്യമടക്കമുള്ള ചാനലടക്കം അതിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഇത് പറയുമ്പോൾ ഉൾക്കൊണ്ടോന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പും നിങ്ങളുടെ ഈ മുതലക്കണ്ണീരും അതൊക്കെ കൈവെക്കുക. നിങ്ങൾ ഈ തരത്തിൽ ചരിത്രത്തിലെമ്പാടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് എന്നും വഴിവെച്ചിട്ടുള്ള, കലാപം ഉണ്ടാക്കുന്നതിന് എന്നും വഴിമരുന്നിട്ടിട്ടുള്ള, അതിന്റെ വെടിമരുന്നുമായിട്ട് നടന്നിട്ടുള്ള നിങ്ങളെ പോലുള്ള ആളുകൾ മൗദൂദിയെ പോലും വെളുപ്പിക്കുന്നത് നമ്മൾക്ക് ഇവിടെ കാണുമ്പോൾ മിണ്ടാതിരിക്കാൻ കഴിയില്ല. നമ്മൾ പറയാനുള്ളത് പറയും. നിങ്ങൾക്ക് താങ്ങില്ല എന്ന് നമുക്കറിയാം. നിങ്ങൾ നേതാക്കന്മാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ നേതാവായിരുന്നു എന്നല്ല പറയുന്നത്, അതിന്റെ വക്താക്കളായിരുന്നു നിങ്ങളുടെ മുന്നേ ഉള്ള ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്ത ആളുകളായിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അത് കളവല്ല. നിങ്ങളെ ഞാൻ ചാലഞ്ച് ചെയ്യാണ്. ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി അന്നെടുത്ത കൈക്കൊണ്ട നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമിയോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത്. അതിന്റെ വക്താക്കളാണ് നിങ്ങളൊക്കെ. അതിന്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ മീഡിയ വണ്ണ്, മുക്കാൽ മീഡിയ അടക്കമുള്ള സാധനങ്ങൾ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ കൈ കഴുകാൻ കഴിയില്ല. അതൊക്കെ നിങ്ങൾ വേറെ പല സ്ഥലത്തും പോയി പറഞ്ഞാൽ മതി എന്നേ നമുക്ക് പറയാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. ഈ നന്ദികേട് എന്നുള്ള വാക്ക് ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല. ഇന്ത്യ എപ്പോഴും ഇതുപോലുള്ള സംഗതികളിൽ ഇടപെടണം, അതിൽ നമ്മൾ കാര്യങ്ങൾ പറയണം. പക്ഷെ ഇവിടെ ഈ വിഷയത്തെ എടുത്തു വെച്ചുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയെ വെളുപ്പിക്കാനും അവിടെ ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള വിഷയത്തെ വെളുപ്പിക്കാനും അന്ന് നടന്ന ഹിന്ദു കൂട്ടക്കൊല ഇല്ല എന്ന് പറഞ്ഞു വെക്കാനുമാണ് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നടപ്പില്ല. ഇവിടെ ചരിത്രം നിങ്ങൾക്ക് മാത്രമല്ല അറിയാം, ചരിത്രം അറിയുന്ന ബാക്കി ആളുകൾ ഇവിടെ ഉണ്ട് എന്നൊന്ന് മനസ്സിലാക്കണം. നല്ലതാണ്.